ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ രൂപാന്തരീകരണം വലിയൊരു മാറ്റത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് നമ്മെ മാറ്റത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക്, മാനസാന്തരത്തിലേക്കൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനം, മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ പരസ്യജീവിതത്തിന് തൊട്ട് മുൻപ് പറഞ്ഞ വാചകം എന്ന് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും, അത് രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കുമെന്ന്. സുവിശേഷത്തിലുടനീളവും യേശുവും നമ്മളെ ക്ഷണിക്കുന്നത് ഈ ഒരു മാനസാന്തരത്തിലേക്ക്, ഈ ഒരു മാറ്റത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്കാണ്. ഈശോ കണ്ടുമുട്ടിയവരും ഈശോയെ കണ്ടുമുട്ടിയവരുമൊക്കെ ഈ വലിയൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന കഥ ഈ സുവിശേഷത്തിലുടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സക്കേവൂസും സമറിയാക്കാരി സ്ത്രീയും പാപിനിയായ സ്ത്രീയുമൊക്കെ ഈശോയെ കണ്ടെത്തിയപ്പോൾ അവരൊക്കെ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് കടന്നു വരുന്നതായി, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വരുന്നതായി, അവരുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്പം കൂടി ആലങ്കാരികമായി പറഞ്ഞാൽ ക്രിസ്തുമതം മാറ്റത്തിൻ്റെ കഥയാണ് പറയുന്നത്. യേശുവിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ളൊരു മാറ്റം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു മാറ്റം, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു മാറ്റം, കുറച്ചും കൂടി പറഞ്ഞാൽ സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ സക്കേവൂസിൻ്റെ ഭവനത്തിൽ അവൻ രക്ഷയുടെ കുടുംബമായി മാറുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീ അവൾ വിശുദ്ധിയിലേക്കുള്ള ഒരു മാറ്റം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപാന്തരീകരണത്തിലേക്ക്, ഈ ഒരു മാറ്റത്തിലേക്കൊക്കെ ഈശോ നമ്മളെയും ഇന്ന് സുവിശേഷത്തിലൂടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മുഖങ്ങളും സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതാകണം, നമ്മുടെ വസ്ത്രങ്ങളും പ്രകാശം പോലെ വെണ്മയുള്ളതായി മാറണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു വേണ്ടിയുള്ള അന്വേഷണം ഏതെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാകരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ ക്രിസ്താന്വേഷണം, ദൈവാന്വേഷണം എന്ന് പറയുന്നത്. ഈ കരുണയുടെ ആലയത്തിലേക്ക് കടന്നു വരുന്നതും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമൊക്കെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ വ്യക്തിപരമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആകരുത് ഇതിലേക്ക് വരുന്നതിനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. മറിച്ച് ഇത് വിശുദ്ധി നേടാനുള്ള ഒരു യാത്രയാകണം, ഒരു ലക്ഷ്യമാകണം നമ്മുടേത്. അല്ലെങ്കിൽ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്കുള്ള സ്നേഹത്തിലേക്ക് വളരാനുള്ള വലിയ ലക്ഷ്യമാകണം ഈ കരുണയുടെ കൂടാരത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്രകാരം നമ്മൾ വരുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ രൂപാന്തരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംജാതമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ രൂപാന്തരീകരണം പോലെ നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാകുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് സുവിശേഷത്തിലൂടെ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. എപ്രകാരമാണ് നമുക്കൊരു രൂപാന്തരീകരണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെയും ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംജാതമാകുന്നത് എപ്രകാരമാണ്? അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു താബോർ അനുഭവം. ഈശോ താബോർ മലമുകളിൽ വെച്ച് രൂപാന്തരപ്പെട്ടതുപോലെ ഒരു താബോർ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു താബോർ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മലമുകൾ ഉണ്ടാകണം. രൂപാന്തരപ്പെടാൻ, മാറ്റത്തിന് വിധേയമാകാൻ ഒരു മലമുകൾ നമുക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ നവീകരണത്തിന്, ആത്മീയമായ രൂപാന്തരീകരണത്തിന് പ്രാർത്ഥനയുടെയും നിശബ്ദതയുടേതുമായിട്ടുള്ള
ഒരു മലമുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ, തിരക്ക് പിടിച്ച ഒരാളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകുന്നത്, അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏത് തിരക്ക് പിടിച്ച ജീവിതത്തിലും ഒരു ദൈവ സാന്നിധ്യത്തിൽ അവനായിരിക്കുന്ന സമയത്താണ്, ആ ഒരു സമയത്താണ് അവൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുന്നത്. ഈ സെമിനാരി പരിശീലന കാലഘട്ടത്തിലും അല്ലെങ്കിൽ സന്യസ്തരുടെ പരിശീലന കാലഘട്ടത്തിലുമൊക്കെ ടൈം ടേബിളിലുള്ള ഒരു കാര്യമാണ് വിസീത്ത എന്ന് പറയുന്നത്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്ന സമയമാണ് ഈ വിസീത്ത. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. തിരക്കേറിയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, തിരക്കേറിയ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ഒരു താബോർ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ള ഈ മലമുകളിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മലമുകൾ എന്ന് പറയുന്നത് അതിസ്വാഭാവിക വെളിപാടുകളുടെ ഒരു അരങ്ങാണ് മലമുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുന്നത് ഒരു മലമുകളിലാണ്, ഒരു മലയുടെ മുകളിലാണ്. അല്ലെങ്കിൽ ഈശോ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നത് ഈ മലയുടെ മുകളിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു മലമുകൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകണം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ഈ മലമുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് മലമുകൾ എന്ന് പറയുന്നത്. ചിലർക്ക് അത് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാകാം, ചിലർക്ക് കൂദാശകൾ സ്വീകരിക്കുന്നതാകാം, അല്ലെങ്കിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാകാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്തുന്നതാകാം. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലുള്ള മലമുകളാണ്. അങ്ങനെ ദൈവസാന്നിധ്യ സ്മരണയിലായിരിക്കുവാൻ വേണ്ടി ഒരു മലമുകൾ കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രൂപാന്തരീകരണത്തിന് ഒരു മലമുകൾ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം പോരാ. ഈ മലമുകൾ കണ്ടെത്തി താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയുന്നിടത്ത് യഥാർത്ഥ രൂപാന്തരീകരണം നമ്മിൽ ഉണ്ടാകുമെന്നും സുവിശേഷം നമ്മളോട് വ്യക്തമായി പറയുകയാണ്. ഒരു മലമുകൾ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ മലമുകളിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലമുകളിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ദൈവിക സാന്നിധ്യം ജീവിക്കാൻ ഈ താഴ്വരയിൽ നമുക്കാകുന്നിടത്താണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ യഥാർത്ഥ മാറ്റങ്ങൾ, യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നത്. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. മലമുകളിൽ നിന്നും പത്രോസ് പറയുകയാണ്, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പത്രോസ് തന്നെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ പരാജയം സംഭവിക്കുന്നതായി നമ്മൾ കാണുകയാണ്. തൊട്ടടുത്ത വചനഭാഗത്തിൽ പിശാച് ബാധിതനായ ഒരു ബാലനെ കൊണ്ടുവരുമ്പോൾ അവർക്കതിനെ മാറ്റാൻ കഴിയുന്നില്ല. വിശ്വാസമില്ലാത്ത തലമുറയെന്ന്, അല്പവിശ്വാസികളെ എന്നൊക്കെ ഈശോ വിളിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഇതിന് ശേഷം വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലമുകളിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ദൈവിക സാന്നിധ്യം ആ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയുമ്പോൾ യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മലമുകളിൽ ഇരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, അല്ലേ? പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നത് അത് കൈപ്പേറിയ ജീവിതത്തിലായിരിക്കും. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മലമുകളിൽ നിന്നും ലഭിച്ച ദൈവിക സാന്നിധ്യം താഴ്വരകളിൽ, ഈ താഴ്വര എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സമൂഹമാകാം, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളാകാം. അവിടെ ആ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ എന്ന് പറയാറുണ്ട്. അവനോടൊത്തായിരിക്കുക, അവന് വേണ്ടി മുറിയപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് മാനസാന്തരത്തിൻ്റെ, രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മുഖം സൂര്യനെ പോലെ തിളങ്ങാൻ സംജാതമാകുന്ന, വസ്ത്രം പ്രകാശം പോലെ ധവളമാകുന്ന ഒരു മലമുകൾ നമുക്കും കണ്ടെത്താം. അത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം. അത് ഓരോരുത്തരും ഏതാണ് എൻ്റെ മലമുകൾ,
ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുന്ന താബോർ മലമുകൾ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അപ്രകാരം ആ മലമുകളിൽ നിന്നും നമ്മൾ ദൈവിക സാന്നിധ്യം സ്വീകരിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ വലിയ മാനസാന്തരം, വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ക്രിസ്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സുവിശേഷ ഭാഗം നൽകുന്ന മറ്റൊരു ചിന്തയുണ്ട്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയുണ്ട്. മലമുകൾ കണ്ടെത്തി താഴ്വരയിൽ ജീവിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ നല്ല ഇടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നല്ല ഇടങ്ങൾ കണ്ടെത്തണം. പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, 17-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്, അല്ലേ? താബോർ മലയുടെ മുകളിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുന്ന ആ സമയത്ത് പത്രോസ് പറയുകയാണ്, ക്രിസ്തുവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥനയിലായിരിക്കുന്ന സ്ഥലവും സമയവും നല്ലതാണെന്ന് പത്രോസ്ലീഹ തിരിച്ചറിഞ്ഞതുകൊണ്ട് പത്രോസ്ലീഹ പറയുകയാണ്, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഇടങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ കുടുംബമോ, ഈ ദേവാലയമോ, ഈ പ്രാർത്ഥനാ ആലയമോ, അല്ലെങ്കിൽ എൻ്റെ സമൂഹമോ, എൻ്റെ സൗഹൃദത്തിൻ്റെ ഇടങ്ങളോ, അല്ലെങ്കിൽ മദ്യശാലകളോ, ഹോട്ടലോ, റെസ്റ്റോറൻറ്റോ, ഫോണോ, യൂട്യൂബോ, ഇൻസ്റ്റാഗ്രാമോ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടങ്ങൾ എന്ന് പറയുന്നത്? എന്തിനാണ് ഞാൻ ഏറെക്കുറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടങ്ങൾ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടങ്ങൾ എന്ന് പറയുന്നത് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, നല്ല ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രോസ്ലിഹായെ പോലെ ഞാൻ ഇവിടെയായിരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ നമുക്കാകുന്നുണ്ടോ? പ്രത്യേകിച്ച് എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒക്കെ വസിക്കുന്ന ഇടം അത് കുടുംബമാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്നത് നല്ലതാണോ? എൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ നല്ലതാണോ ഞാൻ പ്രദാനം ചെയ്യുന്നത്? ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്നത് നല്ലതാണോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് ചിന്തിക്കാം. ഒരാൾ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഇടത്തിൻ്റെ പേരാണ് വീടെന്ന് പറയുന്നത്. ഒരാൾ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഇടമാണ് വീട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീടില്ലായ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ദുരവസ്ഥയാണ്. ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ആ ഒരു ഫീലില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. കുടുംബത്തിലാണ്, വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും കുടുംബത്തിലല്ലാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരാണ്, ദുഃഖം പേറി സങ്കടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മദർ തെരേസായുടെ അടുത്തേക്ക് കുറേ സാമൂഹിക പ്രവർത്തകർ ഒരമ്മയുടെ കാര്യം പറയാൻ വേണ്ടി വന്നു. വാടക കൊടുക്കാനില്ലാതെ ആ വീട്ടുടമസ്ഥൻ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കളയുകയാണ്. അങ്ങനെ വെയിലത്തും മഴയത്തും വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്ന ഈ അമ്മയുടെ അടുത്തേക്ക് ആശ്വാസത്തിൻ്റെ കുട നിവർത്തിക്കൊണ്ട് മദർ തെരേസ കടന്നു വന്ന് വലിയ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയുക. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ മദറേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ വീട്ടുടമസ്ഥൻ വന്ന് ഈ മേൽക്കൂര പൊളിച്ചതിലല്ല, ഈ മഴയത്ത് ഞാൻ ഇവിടെ കിടക്കുന്നത് കൊണ്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നത്, എൻ്റെ മകനും മകളും ഇത് കണ്ടപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും, വീടുകൾക്കുള്ളിലാണെങ്കിലും വീടില്ലായ്മ അനുഭവപ്പെടുന്നതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. വീടുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് മതിലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പണ്ടൊക്കെ ഒറ്റ മതിലേ ഉണ്ടായിരുന്നുള്ളൂ വീടിന് പുറത്ത്. പക്ഷേ ഇന്ന് വീടുകൾക്കുള്ളിൽ തന്നെ അനേകം മതിലുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലോകമാണ്.
എല്ലാവർക്കും, ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും അവരുടേതായിട്ടുള്ള ലോകമാണിന്ന്. എല്ലാവർക്കും ചുറ്റും വലിയ മതിലുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. വീടില്ലായ്മ എന്ന സങ്കടം ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടി കഴിയുന്ന എത്രയോ ആൾക്കാരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ വീട് ഒരു കുടുംബമാണോ? എൻ്റെ വീട് ഒരു വീട് തന്നെയാണോ? എൻ്റെ വീട്ടിൽ ഞാൻ ആയിരിക്കുന്നത്, എൻ്റെ സാന്നിധ്യം അത് നല്ലതാണോ? പത്രോസ്ലിഹായെ പോലെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ഒരമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ഞാൻ ഈ കുടുംബത്തിലായിരിക്കുന്നത്, വീട്ടിലായിരിക്കുന്നത് നല്ലതാണോ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പുനഃപരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, എത്രയോ ആൾക്കാരാണ് ഇന്ന് വീട്ടിലാണെങ്കിൽ പോലും അച്ഛാ ഞാൻ കുടുംബത്തിൽ ചുമ്മാ അങ്ങ് ജീവിക്കുന്നതേ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന എത്രയോ സങ്കടപ്പെട്ട് വരുന്ന ആൾക്കാരാണ് ഇന്നുള്ളത്. എന്താണ് കാരണം? ഇന്ന് സംസാരിക്കാൻ ഒന്ന് സമയം കൊടുക്കാറില്ല. വീട്ടിലാണെങ്കിൽ പോലും ഒന്ന് അവരെ കേൾക്കാൻ വേണ്ടി സമയമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് തന്നെയാണോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം. ഒരു കുഞ്ഞ് വീട് വിട്ടുപോയി. ആരൊക്കെയോ കൂടി ആ കുഞ്ഞിനെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരാൾ ആ മകനോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്ത് പണിയാ ചെയ്തേ? നീ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ? അപ്പോൾ നൊമ്പരപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞു മകൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വീടോ? ഇതൊരു വീടാണോ എന്നാണ് ആ കുഞ്ഞ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് ഒരു വീട് തന്നെയാണോ? നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. പത്രോസിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കുമോ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന്? ഒരാൾക്ക് അയാളുടെ വീടല്ലാതായി മാറുന്നതാണ് അയാളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ വീടല്ലാതായി മാറുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. വീടിനകത്തായിരുന്നിട്ടും വീട്ടിന് പുറത്താണെന്നുള്ള ഒരു അനുഭവം, അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. വളരെ പ്രചോദനാത്മകമായ ഒരു ക്ലാസ് കേട്ട അപ്പൻ വീട്ടിലേക്ക് കടന്നു വരികയാണ് വലിയ തീരുമാനത്തോടു കൂടി. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രചോദനാത്മകമായ ക്ലാസ് കേട്ടിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ആ അപ്പൻ ഇങ്ങനെ വാതിൽക്കൽ മുട്ടുമ്പോൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ വാതിൽ തുറക്കുകയാണ്. അങ്ങനെ ഈ അപ്പൻ ആ മകൻ്റെ കൈക്ക് പിടിച്ച് കണ്ണിലേക്ക് നോക്കി എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഈ മകൻ വിതുമ്പുകയാണ്. അപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വിതുമ്പിക്കൊണ്ട് ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, പപ്പ, അപ്പൻ എന്നെ തൊട്ടിട്ട് എത്ര നാളായി? പപ്പ എന്നെ ഒന്ന് തൊട്ടിട്ട് എത്ര നാളായി? അപ്പോ ഈ അപ്പൻ അമ്പരപ്പോടെ നിൽക്കുകയാണ്. അപ്പോൾ മകൻ പറയുക, ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട, 6-7 വർഷമായി അപ്പൻ എന്നെ ഒന്ന് തൊട്ടിട്ട്. നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ മകനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി? എൻ്റെ വീട് തന്നെയാണോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഇക്കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഇന്ന് ഡൈവോഴ്സുകളുടെ എണ്ണം കൂടുന്നതും എത്രയോ ആൾക്കാരാണ് ഒരു മേൽക്കൂരയ്ക്ക് ഉള്ളിൽ മാത്രമാണ് ജീവിക്കുന്നതെങ്കിലും ദേഷ്യപ്പെട്ടും വൈരാഗ്യത്തോടെയും മിണ്ടാതെയും ഇരിക്കുന്ന എത്രയോ ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളത്. ആ കുടുംബം ഒരു കുടുംബമാണോ? ആ വീട് ഒരു വീടാണോ? പത്രോസിനെ പോലെ നമുക്ക് അന്നേരം പറയാൻ പറ്റുമോ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന്? പ്രിയപ്പെട്ടവരെ, നമുക്കും ആത്മാർത്ഥമായി ചിന്തിക്കാം. താബോർ അനുഭവമുണ്ടാക്കുന്ന രൂപാന്തരീകരണത്തിൻ്റെ, മാറ്റത്തിൻ്റെ ഒരു മലമുകൾ നമ്മൾ കണ്ടെത്തണം. ജീവിതത്തിൽ നല്ല ഇടങ്ങൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തെ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് എടുത്തേ. ആ കുടുംബത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ, രൂപാന്തരീകരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. എൻ്റെ കുടുംബത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ നമുക്കൊക്കെ ആകണം. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നത്, മകനെ, മകളെ, രൂപാന്തരീകരണത്തിൻ്റെ സമയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ എന്നാണ്. നീ സഞ്ചരിക്കുന്നത് ഏത് കാറിലാണ് എന്നല്ല ദൈവം ചോദിക്കുന്നത്. യാത്രാ സൗകര്യമില്ലാത്ത എത്ര പേരെ നീ അതിൽ കയറ്റി എന്നായിരിക്കും. ദൈവം ചോദിക്കുന്നത് നിന്റെ വീടിൻ്റെ വിസ്തൃതി എത്ര സ്ക്വയർ ഫീറ്റ് എന്നായിരിക്കുകയില്ല, നീ എത്ര ആൾക്കാരെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്.
നിന്റെ അലമാരയിൽ എത്ര വസ്ത്രങ്ങളുണ്ടെന്ന് ദൈവം ചോദിക്കുകയില്ല. പക്ഷേ വസ്ത്രമില്ലാത്ത എത്ര പേരെ നീ ഉടുപ്പിച്ചുവെന്ന് ദൈവം ചോദിക്കും. നീ എന്തു തരം ജോലിയാണ് ചെയ്തതെന്ന് ദൈവം ഒരിക്കലും ചോദിക്കില്ല. ആ ജോലി എത്രമാത്രം ആത്മാർത്ഥതയോടെ നീ ചെയ്തുവെന്ന് ദൈവം ചോദിക്കും. നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ടെന്ന് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നീ ഒരു സുഹൃത്തായി മാറിയോ എന്ന് ദൈവം ചോദിക്കും. നിന്റെ അയൽക്കാർ ആരാണെന്ന് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ ആ അയൽക്കാരെ എങ്ങനെയാണ് നീ സ്നേഹിച്ചത്, എങ്ങനെയാണ് കണ്ടതെന്ന് ദൈവം എപ്പോഴും ചോദിക്കും. നിന്റെ തൊലിയുടെ നിറം എന്തെന്ന് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ സ്വഭാവത്തിന് നന്മയുടെ നിറമുണ്ടോ എന്ന് ദൈവം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് രൂപാന്തരീകരണം സംഭവിച്ച, ഉള്ളിലെ ദൈവികത നിന്റെ ഉടലിൽ പ്രകാശിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ആകയാൽ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക്, യഥാർത്ഥ രൂപാന്തരീകരണത്തിലേക്ക് കടന്നു വരാൻ നമുക്കൊക്കെ പറ്റട്ടെ. ഓരോരുത്തരും അതിന് പരിശ്രമിക്കണമെന്നുള്ളതാണ്. നമ്മുടെ വീടിനെ വീടാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ വീടാണോ? ഞാൻ എൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിന് നല്ലതാണോ പ്രദാനം ചെയ്യുന്നത്? പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തന്നെ ഓരോരുത്തരും പരിശ്രമിച്ച് നമ്മുടെ കുടുംബത്തെ കുടുംബമാക്കി മാറ്റാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ആ ഒരു രൂപാന്തരീകരണം, താബോർ മലമുകളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ആ രൂപാന്തരീകരണം മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.